സാധാരണ സുറിയാനി കേൾക്കുന്നത് പള്ളികളിലൊക്കെയാണ്. ഇവിടെ രോഗികളെ ചികിത്സിക്കുന്നവരും രോഗികളെ പരിപാലിക്കുന്നവരും സുറിയാനി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാനുള്ള പരിപാടി അവർ ആരംഭിച്ചോ എന്ന് എനിക്കൊരു സംശയം. നല്ല മനോഹരമായിട്ട് തന്നെ തെറ്റുകൂടാതെ ചൊല്ലി എന്നതിന് നിങ്ങളെല്ലാവരെയും നന്നായിട്ട് അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രകാശം പരത്തുന്ന ഈ പെരുന്നാൾ ഇത് അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകാശം അന്ധകാരവുമാകാം. ഇതിനകത്ത് 2-3 ചോദ്യം ഇപ്പം പാടിയ പാട്ടിനകത്തുണ്ട്. ഇതിനകത്ത് പറയുന്നു, താരകം മിഴി തുറന്നുവോ, ദൂതുമായി വഴി നടന്നുവോ, ബേത്ലഹേം ഗോശാലയിൽ മാർഗദീപമായി വന്നു നിന്നുവോ. ആർക്കായിരുന്നു വഴി കാണിച്ചതെന്ന് നമുക്കറിയാം. വിദ്വാൻമാർക്ക്, ബുദ്ധി കുറവുള്ളവരല്ല. നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവികമായ അരുളപ്പാടും ലഭിച്ചവരാണ് വഴിതെറ്റി അരുതാത്തിടത്ത് പോയി അരുതാത്ത കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടവരുത്തിയത്. അവരോട് പറഞ്ഞത് നക്ഷത്രം നിൽക്കുന്നത് വരെ പോകാനാണ്. ആ നക്ഷത്രം അവർക്ക് മുമ്പായി പോയത് അവർ കണ്ടില്ല. അവർ യെരുശലേമിൽ ചെന്നപ്പോൾ വിചാരിച്ചു, രാജകുമാരൻ പിറക്കേണ്ടത് കൊട്ടാരത്തിലല്ലേ എന്ന്. ഒരിക്കലും പിറക്കാൻ പാടില്ലാത്ത, ദൈവസാന്നിധ്യമില്ലാത്ത, നെഗറ്റീവ് എനർജി മാത്രം പുറപ്പെടുവിക്കുന്ന രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് അവിടെ ഉറങ്ങിക്കിടന്നതായ സർപ്പത്തിനെ ഉണർത്തുകയായിരുന്നു. അതിൻ്റെ അനന്തരഫലം നമുക്കറിയാം. അവിടെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം മരണമാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആദ്യത്തെ ചിന്തയും അതായിരിക്കണം. നമുക്ക് ദൈവം കാണിച്ചു തരുന്ന അന്ധകരണത്തിൽ നമുക്ക് തോന്നിപ്പിച്ചു തരുന്ന നല്ല കാര്യങ്ങളുണ്ട്. ആ അന്ധകരണത്തിൽ തോന്നുന്ന അനുഗ്രഹമായ കാര്യങ്ങളെ വിട്ട് വഴിതെറ്റി തെറ്റായ സ്ഥലത്തേക്ക് പോകുകയില്ല എന്നുള്ള ഒരു തീരുമാനമാണ് നമുക്ക് ആവശ്യം. ഇന്നിപ്പോൾ ലഹരിക്കടിമയാകുന്ന കുഞ്ഞുങ്ങളും ആൾക്കാരും എല്ലാം ഉണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാന കാര്യമാണ്. ഈ തെറ്റിൽ നിന്ന് നമ്മെ വിടർത്തിയെടുക്കുവാനായിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ പ്രത്യക്ഷീകരണം ചെയ്തത്. അതായത് വിജ്ഞാനകോശത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം ആവിർഭവിക്കുക എന്നാണ്. അതിനാണ് ഗ്രിഗോറിയസ് യഥാർത്ഥമായ വാക്ക് പറയുന്നത്. പ്രത്യക്ഷീകരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിന് പ്രത്യക്ഷീകരിക്കുന്നുണ്ട്. അവിടെ കൂടെ നിന്ന് ഒരു പ്രത്യക്ഷപ്പെടൽ മാത്രമല്ല, അവിടെ 3 പുരുഷന്മാർ വന്നു, ഭക്ഷണം കഴിച്ചു. പോകാൻ നേരത്താണ് അവർ യാത്രയാക്കുന്നത്. അതേ
ദൈവം തമ്പുരാൻ്റെ ഒരാളത്വം പ്രത്യക്ഷീകരിക്കായിരുന്നു കന്യകയിൽ, അവതരിക്കുകയായിരുന്നു പുൽക്കൂട്ടിൽ. ഇതിൻ്റെ ഓർമ്മയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആ തല തകർക്കുവാനുള്ളവൻ വന്നതാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ദൈവം പ്രത്യക്ഷീകരിച്ചാൽ അബ്രഹാം പിതാവിൻ്റെ അടുത്ത് പ്രത്യക്ഷീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം വേറെ എവിടെയും ഇല്ലെന്നല്ല, സർവ്വയിടത്തുമുണ്ട്. ആ സർവ്വലോകത്തും താൻ സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെയും അധിപനായിരിക്കുമ്പോഴാണ് കന്യകയിൽ അവതരിക്കുവാനായിട്ട് തിരുവനന്തപുരത്തായത്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ തെറ്റിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്, സർപ്പത്തിൻ്റെ കടിയേറ്റ് കുതികാൽ തകർക്കപ്പെടുവാതിരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ അനുഗ്രഹമായ ദിവസം സന്തോഷിക്കുന്നതിനോടൊപ്പം ഒരു വലിയ തീരുമാനമെടുക്കേണ്ടത്, ഒന്ന്, ഞാൻ നിമിത്തം എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമൂഹത്തിലോ ഞാൻ ആയിരിക്കുന്നിടത്തോ എൻ്റെ ധനത്തിനു വേണ്ടിയോ മറ്റ് മോഹങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പ്രകാശത്തെ ഊതിക്കെടുത്തുകയില്ല എന്ന് തീരുമാനമെടുക്കണം, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്, ആദാമിൻ്റെ തെറ്റ് മൂലം അധപ്പതിച്ചു പോയ മനുഷ്യജാതിക്ക് രക്ഷ നൽകിയതായ കർത്താവ് നമുക്ക് ഒരു സ്വാതന്ത്ര്യം വിളിച്ചോതുകയായി. 33 വർഷം വേണ്ട ദൈവത്തിന് പാപം മനുഷ്യനോട് ക്ഷമിക്കാൻ. പക്ഷെ ക്ഷമിക്കലും മാത്രമല്ലായിരുന്നു, എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുകയായിരുന്നു. ആ ദൈവത്തിൻ്റെ അവതാരത്തിൻ്റെ ഈ ദിവസത്തിൽ, പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസത്തിൽ എൻ്റെയും നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകളുണ്ടാകട്ടെ, പ്രകാശം ഒഴുകട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, സമൂഹത്തിന് കൊള്ളാവുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. പ്രത്യേകിച്ച് ഈ ആതുരാലയത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടി നന്നായി തന്നെ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു തലോടൽ, ഒരു സ്പർശം ഉണ്ടാകാനായിട്ട് ഇടവരട്ടെ. ഇവിടെ ഇരുന്ന് 5 വർഷം ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ചില ഡോക്ടേഴ്സും അതുപോലെ നേഴ്സും ഒക്കെ പ്രാർത്ഥിച്ച് ചെയ്യുന്നതായ ക്രിയകൾ അനുഗ്രഹമായി തീരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറടുത്ത് ഞാൻ ഒരിക്കൽ ഒരു കാര്യം ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ, കുറയോ ഒരു രോഗിയെക്കുറിച്ച്, എനിക്ക് പ്രിയമുള്ള ഒരാളുടെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഡോക്ടർക്ക് ചെയ്യുവാൻ 20% ഉള്ളൂ, ബാക്കി ചെയ്യേണ്ടത് ദൈവമാണ്. ആ ദൈവമാണെന്നുള്ള ചിന്തയോട് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ഈ സ്ഥാപനത്തിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കി ഒരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.